നമസ്കാരം. പുരയിടത്തിൻ്റെ പുത്തനൊരു എപ്പിസോഡിലേക്ക് ഏവർക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ കൂനമാവിനടുത്താണ്. ഏകദേശം 2400 സ്ക്വയർ ഫീറ്റിൽ ചെയ്ത് ചേർത്തേക്കുന്ന ഒരു എസ്തെറ്റിക് വീട് കാണാം. ഓരോ വീടിനെ മനോഹരമാക്കുന്നത് ആ വീടിൻ്റെ ആർക്കിടെക്ചേഴ്സാണ്. അങ്ങനെ ആ കലാവിരുതിൽ തീർത്തേക്കുന്ന ഒരു വീടാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ആർക്കിടെക്ചറിനെ നമുക്ക് പരിചയപ്പെടാം. ഹായ്, ഐ എം ആർക്കിടെക്ട് രാഖിമ രാമചന്ദ്രൻ. ഓക്കെ, അർബൻ ഹൈവ് ആണ് എൻ്റെ ഫേമിൻ്റെ പേര്. ഞങ്ങളൊരു 4 കൊല്ലമായിട്ട് ഫേമായിട്ടിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എറണാകുളം ജില്ലയിലെ. ഓക്കെ, ഈ ഒരു വീടിൻ്റെ പ്ലാൻ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ഈ വീട് ആക്ച്വലി ക്ലയൻസ് എന്നെ അപ്രോച്ച് ചെയ്തത് അവർക്കൊരു 3 ബെഡ്റൂം ഹൗസ് വേണം എന്ന് പറഞ്ഞിട്ടായിരുന്നു. അതിനകത്ത് ട്രഡീഷണലും ആയിരിക്കണം എന്നാൽ കുറച്ച് ആനുകാലികമായ രീതിയിലും വേണം എന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു എലമെന്റ്സ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു വീടാണ് ഇത്. കയറി വരുമ്പോ തന്നെ നമുക്കൊരു പടിപ്പുര, അതാ ഒരു ട്രഡീഷണൽ സ്റ്റൈലിനെ റീഇമാജിൻ ചെയ്തിട്ടുള്ള ഒരു മോഡേൺ രീതിയിൽ പഴയ പടിപ്പുരനെ റീഇമാജിൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഒരു തുളസിത്തറയുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഇവിടെ ഒരു പണ്ടത്തെ വീട്ടുകളിൽ ഗേറ്റ് കഴിഞ്ഞൊരു മുറ്റം, ചെറിയൊരു മുറ്റം ഉണ്ട്. അതേപോലെ ഇവിടെ ഒരു മുറ്റമുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് കയറുന്നു. പിന്നെ ലിവിങ് ഏരിയാസ് ആണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ഫോയർ വന്ന ഒരു കോർട്ട്യാർഡിന്റെ ഡിവിഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ പ്രൈവറ്റ് ഏരിയാസിലേക്ക് പോകുന്നത്. അങ്ങനെ ഒരു സെഗ്രിഗേഷൻ പ്ലാനിങ്ങിൽ ഞാൻ എപ്പോഴും കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. സിറ്റ് ഔട്ടിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ചെയ്തേക്കുന്ന ടൈലാണ് ഇതൊരു റസ്റ്റിക് ഫിനിഷിലുള്ള ഒരു ഗ്രീൻ കോട്ട സ്റ്റോണിന്റെ ലുക്കിൽ വരുന്ന ഒരു റസ്റ്റിക് വിട്രിഫൈഡ് ടൈലാണ്. നാച്ചുറൽ സ്റ്റോൺ അല്ല, വിട്രിഫൈഡ് ടൈലാണ്. അപ്പോൾ ഈ ഒരു ട്രഡീഷണൽ അറ്റ്മോസ്ഫിയറിന് മാച്ച് ആവും എന്നുള്ളതിലാണ് ഞങ്ങൾ ഒരു ഗ്രീൻ റസ്റ്റിക് സാധനം എടുത്തിരിക്കുന്നത്. പിന്നെ മാക്സിമം ഇപ്പം ഈ വീട്ടിലാണെങ്കിൽ ഞാൻ സ്ട്രക്ചർ എക്സ്പോസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. സീലിംഗ് ഒക്കെ ആണെങ്കിൽ പ്ലാസ്റ്റേർഡ് അല്ല, കോൺക്രീറ്റ് ചെയ്തത് അത് അങ്ങനെ എക്സ്പോസ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പം അതൊരു ഫിനിഷ് മെറ്റീരിയൽ ആയിട്ടും കൂടെ വരും. പിന്നീട് നമ്മൾ ഫിനിഷിങ്ങിന് വേറെ എലമെന്റ്സ് ആഡ് ചെയ്യണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സ്ട്രക്ചറിൽ തന്നെ മാക്സിമം എക്സ്പോസ് ചെയ്യാൻ ഇന്റീരിയറിൽ നോക്കുന്നത്. ഇന്റീരിയർ വേറെ ഫിനിഷസ് കൊണ്ടുവരണ്ടെന്നുള്ളതിൽ. മെയിൻ ലിവിങ് ഏരിയയിലോട്ട് പോകാം. സോ സിറ്റ് ഔട്ട് കഴിഞ്ഞ് വരുന്നത് ഒരു ലിവിങ് ഏരിയ ആണ്. ഇവിടെ ഫോർമൽ അല്ലെങ്കിൽ ഫാമിലി എന്നല്ല, ഒറ്റൊരു ലിവിങ് സ്പേസേ ഉള്ളൂ. പിന്നെ ഫാമിലി ലിവിങ് ആയിട്ട് വരുന്നത് ഇതിന്റെ അപ്പർ സ്റ്റോറി ഉള്ളത് ഫാമിലി ലിവിങ് ആയിട്ട് വരും. ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ടായിട്ടില്ല, ഒറ്റ സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈ ലിവിങ് റൂമില് അത് വെസ്റ്റ് സൈഡ് ആണ്, പക്ഷെ അവിടേക്ക് വ്യൂ ഉള്ളത് കൊണ്ടാണ് ഈ ഗ്ലേസിംഗ് എല്ലാം ആ സൈഡിലേക്ക് വെച്ചിരിക്കുന്നത്, അതായത് വിൻഡോസ് എല്ലാം. പിന്നെ ഈ ഒരു കോർട്ട് വരുന്നതാണ് നമ്മളെ ശരിക്കും ഈ ഒരു പബ്ലിക് സ്പേസ്. ഇപ്പൊ ഇതിന്റെ ഈ ഷെൽഫിനപ്പുറം ഉള്ളത് ഒരു ഡൈനിങ് സ്പേസ് ആണ്. പിന്നെ നോർത്ത് ഈസ്റ്റ് അവിടെ ആയതുകൊണ്ട് കിച്ചൺ അവിടെയാണ്. അപ്പൊ ആ സ്പേസിനെ ഡിവൈഡ് ചെയ്യുന്നത് ഒരു കോഫി ഫോയർ സ്പേസ് പോലെ ഒരു ഇതുകൊണ്ട് ഈ കോർട്ട്യാർഡും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഫോയർ കഴിഞ്ഞിട്ട് പ്രൈവറ്റ് ബെഡ്റൂംസ് വരും. പുറത്തിട്ടേക്കുന്ന ടൈൽ തന്നെയാണ്. അധികം കളർ പാലറ്റ്സ് ഓൾറെഡി ഇപ്പൊ ഇവിടെ നമ്മള് ഒരു ഫ്ലോറൽ ഒരു കാർപ്പറ്റിന്റെ പോലെ പാറ്റേൺ ടൈൽസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഒരുപാട് കളർ പാലറ്റ്സ് കയറണ്ട. ഇതിൽ തന്നെ ഇപ്പൊ യെല്ലോ ആണ് സീറ്റിംഗ് വരുന്നത്. അതുകൊണ്ട് തന്നെ ടൈൽസ് നമ്മൾ മാക്സിമം സെയിം തന്നെയാണ് കൊണ്ടുവരിക്കുന്നത്. അപ്പൊ ഗ്രീൻ വുഡൻ കളേഴ്സ് പിന്നെ കുറച്ച് പാറ്റേൺ അത്രയും. ലിവിങ്ങിനോട് ചേർന്ന് തന്നെയാണ് ഡൈനിങ് വരുന്നത്. ലിവിംഗ് ഡയറക്റ്റ് കയറുമ്പോൾ നമ്മൾ ഡൈനിങ് വിഷ്വലില് വരുന്നില്ല, പക്ഷെ അതിന് വേണ്ടിയിട്ടാണ് ഒരു പാർട്ടീഷൻ, ഒരു ഷെൽഫ് പാർട്ടീഷൻ കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് നേരെ നമ്മൾ പിന്നെ ഡൈനിങ് റൂമിലേക്കാണ് കിടക്കുന്നത്. ഇപ്പോൾ ഈ വീട് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് കയറി വന്നിട്ട് നമുക്ക് വെള്ളം കുടിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ ഡൈനിങ് പ്രോക്സിമിറ്റിയിൽ തന്നെ വേണം. അപ്പൊ അതുകൊണ്ട് കയറി അതേപോലെ തന്നെ കിച്ചൺ വരുന്നത് ഓപ്പൺ കിച്ചൺ ആയിട്ടാണ്. കിച്ചൺ ഒരു ഫുള്ളി ഓപ്പൺ എന്ന് പറയാൻ പറ്റില്ല, ഒരു സെമി ഓപ്പൺ ആയിട്ടുള്ള കിച്ചൺ ആണ്. കുറച്ച് വിഷ്വൽ കണ്ടിന്യൂറ്റി ഉണ്ട്. അതായത് കിച്ചണിൽ കുക്ക് ചെയ്യുന്ന ആൾക്ക് ഒരു ഒറ്റപ്പെട്ടു എന്നുള്ള ഫീല് വരില്ല. അവർക്ക് പുറത്തേക്ക് ഇപ്പൊ പിള്ളേർ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർ കാണാം പിള്ളേർ എന്താ ചെയ്യുന്നത്. എന്നാൽ ഫുള്ളി ഓപ്പണും അല്ല. ഇപ്പൊ ഇതാണ് ഇവിടുത്തെ ഒരു ലിവിങ് ആയിട്ട് വരുന്നത്. പിന്നെ മോളിലൊരു അപ്പർ ലിവിങ് ഉണ്ട്. അത്
ഫാമിലി ലിവിംഗ് ആയിട്ട് വേണമെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു മൾട്ടിപർപ്പസ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്. ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ബെഡ്റൂംസിനെ ഈ ലിവിംഗ് റൂമിനെ ഡിവൈഡ് ചെയ്യുന്ന ഈ കോർട്ടാണ് ഇതിന്റെ ഒരു മെയിൻ ഭാഗം. അപ്പൊ അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഒരു വോൾ അവിടെ ചെയ്തിരിക്കുന്നത്, ഒരു എക്സ്പോസ് ബ്രിക്കില്. അത് കുറച്ചൊരു ആർട്ടിസ്റ്റിക് എലമെന്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ട് ചെയ്ത ഒരു വോളാണ്. അതായത് അതിന്റെ പാറ്റേൺസിലാണ് ആർട്ടിസ്റ്റിക് എലമെന്റ് വന്നിരിക്കുന്നത്. അത് ഒരു പാറ്റേൺ റിപ്പീറ്റ് ആയി പോയിക്കൊണ്ടിരിക്കണം. അപ്പം ആ വോളിന് ആക്ച്വലി കുറച്ച് മൾട്ടിപ്പിൾ ഫങ്ഷൻസ് ഉണ്ട്. ഈ സൈഡ് എന്ന് പറയുന്നത് വെസ്റ്റ് ആണ്, അത് സൗത്ത് ആണ്. അപ്പൊ ആ വോള് ശരിക്കും നല്ല ഹൈറ്റിലാണ് പോയിരിക്കുന്നത്, മോർ ദാൻ ഡബിൾ ഹൈറ്റ് ഉണ്ട് അതിന്റെ ഹൈറ്റ്. അപ്പോൾ അത് സൗത്ത് വെസ്റ്റിലെ സണ്ണിനെ ഒന്ന് ഹൈഡ് ആക്കിയിട്ട് ഈ കോർട്ടിൽ കുറച്ചും കൂടെ, അതായത് കുറച്ചധികം നേരം ഒരു നോക്കാം. വലിയ വെയിൽ ഇപ്പൊ നോക്കിയാലും വലിയ വെയിൽ അവിടെ കാണുന്നില്ലല്ലോ. അപ്പോൾ അത് അതിൻ്റെ ഒരു ഫങ്ഷനാണ്. പിന്നെ ഇന്റീരിയറിൽ അത് ഒരു, ഇപ്പോൾ നമ്മൾ ഈ ലിവിംഗ് റൂമിലേക്ക് കയറുകയാണെങ്കിലും ഈ ബ്രിക്ക് വോളും ആ കോർട്ടും ഇതിൻ്റെ ഒരു ബാക്ക് ഡ്രോപ്പ് എലമെന്റ് ആയിട്ട് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഇന്റീരിയറിൽ ആ എക്സ്പോസ്ഡ് ബ്രിക്ക് വർക്ക് ഒരു എലമെന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രക്ചറിനെ നമ്മൾ മാക്സിമം എക്സ്പോസ് ചെയ്തിട്ട് ഇന്റീരിയർ എലമെന്റ് ആക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇന്റീരിയറിൽ വീണ്ടും നമുക്ക് ഫിനിഷസും ആ കോസ്റ്റ് നമുക്ക് അവിടെ കട്ട് ചെയ്യാം. ദോ സ്ട്രക്ചറിൽ ഇത് ചെയ്തെടുക്കാൻ അത്യാവശ്യം ലേബോറിയസ് ആയിട്ടുള്ള ഒരു വർക്കാണ്. ഈ ബ്രിക്ക് എക്സ്പോസ്ഡ് ആയിട്ട് യൂണിഫോം ആയിട്ട് ഈ പാറ്റേണിൽ ലേബേഴ്സ് വളരെ ടൈം എടുത്ത് ചെയ്തൊരു വർക്കാണ്. ഈ ഒരു പാറ്റേൺ ഇങ്ങനെ റിപ്പീറ്റ് ആയി പോകുന്നുണ്ട് അതിനകത്ത് വരുന്ന പാറ്റേൺസ്. ആ ഒരു വോൾ എന്ന് പറയുന്നത് ബേസിക്കലി ഇവിടുത്തെ സെമി പബ്ലിക് സ്പേസിനെ, പ്രൈവറ്റ് സ്പേസിനെ ഡിവൈഡ് ചെയ്യുന്ന ഒരു വോളാണ്. പിന്നെ ഈ കോർട്ടിന് ക്ലൈമറ്റ് വൈസ് ഒരു ഷെയ്ഡ് കൊണ്ടുവരുന്ന ഒരു വോളാണ്. പിന്നെ നമ്മൾ ഔട്ട് സൈഡിൽ നിന്ന് ഈ വീട് നോക്കുകയാണെങ്കിൽ ഈ വോള് ശരിക്കും ആ പ്രൈവറ്റ് സ്പേസിനെ ഹൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ജനാലയം ചെയ്തേക്കുന്നത് ഫിക്സഡ് വിൻഡോ ആണ്. ഇത് ഓപ്പണബിൾ അല്ല, ബിക്കോസ് സോഫയുടെ പുറകിലായതുകൊണ്ട് തന്നെ ഓപ്പൺ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഫിക്സ്ഡ് ആയിട്ടാണ് ചെയ്തത്. പക്ഷെ നമുക്ക് ആ വ്യൂ, അതായത് ഈ ലിവിംഗ് റൂമിന് അതൊരു ബാക്ക് ഡ്രോപ്പ് ആയിട്ട് നിൽക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ വിഷ്വൽ കണക്ടിവിറ്റി കിട്ടാൻ വേണ്ടി ഓപ്പൺ ആയിട്ട് ചെയ്തു, പക്ഷെ ഫിക്സഡ് വിൻഡോ. പിന്നെ സീലിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സീലിംഗോട് ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞിരുന്നു ട്രഡീഷണൽ, ഇതിന് നമ്മൾ ആനുകാലികമായ രീതിയിൽ ചെയ്തൊരു വീടാണ്. അതുകൊണ്ട് തന്നെ ക്ലയൻസിന് ഒരു ടൈൽഡ് റൂഫുള്ള വീട് വേണമെന്നായിരുന്നു. സെറാമിക്, നോർമൽ ഓടല്ല, സെറാമിക് ടൈലാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിലുള്ള ഒരു മെറ്റീരിയലാണ് സെറാമിക് ടൈല്. അത് ലൈറ്റ് വെയിറ്റ് ആണ് ആ ടൈല്, മറ്റേ ഓടിനേക്കാൾ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ഡ്രസ് വർക്കിനും അതിന്റെ സൈസ് കുറവ് മതി. അപ്പം അതുകൊണ്ട് അങ്ങനെ ആ മെറ്റീരിയൽ ചൂസ് ചെയ്തു. ദെൻ സീലിംഗ് ഓട് ഇട്ട ഈ ഡബിൾ ഓട് വരുമ്പോൾ തന്നെ ഉള്ളിൽ നമുക്ക് കുറച്ചൊരു തെർമൽ ഇൻസുലേഷൻ കിട്ടും. അപ്പോൾ ചൂടുകാലത്ത് ഭയങ്കര ഇത് വെന്റിലേറ്റഡ് ആയതുകൊണ്ടും ഇങ്ങനെ ഡബിൾ ഓട്സ് ഈ സീലിംഗ് ഓട് ഒക്കെ വരുന്നത് കൊണ്ടും ചൂടുകാലത്താണെങ്കിലും ഭയങ്കര ഒരു ചൂട് നമുക്ക് ഉള്ളിൽ ഫീൽ ചെയ്യില്ല. തണുപ്പ് കാലത്താണെങ്കിലും ഓവറായിട്ട് തണുപ്പും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറില്ല. അതൊരു ഇൻസുലേഷൻ പോലെ ആക്ട് ചെയ്യും. സ്പേസ് നമ്മളുടെ ഒരു ട്രാൻസിഷൻ സ്പേസ് ആണ്. പ്രൈവറ്റ് സ്പേസിന്റെ പബ്ലിക് സ്പേസിന്റെ ഇടയിലുള്ള ഒരു സെമി പ്രൈവറ്റ് ആയിട്ടുള്ള സ്പേസ് ആണ്. ചെറിയൊരു കോർട്ട്യാർഡ് പോലെ. ഇത് കോർട്ട്യാർഡ്, അവിടെ ഒരു സീറ്റിംഗ് അങ്ങനെ സെറ്റ് ചെയ്തിരിക്കും. ഇനിയിപ്പോ വെയിൽ ഇങ്ങനെ പയ്യെ കയറി വരും, പക്ഷെ സ്റ്റിൽ നമുക്ക് ഇത് ഉള്ളത് കൊണ്ടാണ് ഈ നട്ടുച്ച സമയത്തേക്കും കുറച്ചൊരു ഷെയ്ഡ് ഇവിടെ കിട്ടുന്നത്. ചൂട് ഫീൽ ചെയ്യുന്നില്ല. അപ്പൊ ചൂട് ഫീൽ ചെയ്യാത്തതിന് ഇപ്പം അത്യാവശ്യം കാറ്റ് അവിടെ നിന്ന് വരുന്നുണ്ട്. സൗത്ത് വെസ്റ്റ് സൈഡിൽ നിന്നാണല്ലോ കാറ്റ് വരുന്നത്. ആക്ച്വലി ഈ കോർട്ട് ഇവിടെ പ്ലേസ് ചെയ്യുന്നതിന് ഈ മിഡിലില് നമ്മൾ ആ സോളിഡ് ഫോമിനെ മിഡിലിൽ ബ്രേക്ക് ചെയ്തിരിക്കുന്നത് ആക്ച്വലി ആ സൗത്ത് വെസ്റ്റ് എന്നുള്ള വിൻഡ് കയറി ഇറങ്ങി വീട്ടിലൂടെ പോവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ഗ്ലാസ് ഡോർ. ഗ്ലാസ് ഡോർ. അപ്പൊ അവിടെ ഒരു കോഫി സ്പേസ് ഉണ്ട്, സീറ്റിംഗ് സ്പേസ് ഉണ്ട്. അപ്പൊ അവിടെ ഇരുന്നാല് ഈ വ്യൂ എൻജോയ് ചെയ്ത് ഈവനിങ്സിൽ അവിടെ ഇരിക്കാം. ഈ ഒരു പബ്ലിക് സ്പേസ് ആക്ച്വലി ഏരിയ ഫുള്ള് സീലിംഗ് മോഡിലാണ് നിൽക്കുന്നത്. ഈവൻ റൂമിന്റെ മേലെ അടുത്ത റൂം വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അവിടെ ചൂട് പ്രശ്നം ഉണ്ടാവും. അപ്പൊ അപ്പുറത്തെ സൈഡിൽ നമുക്ക് വരുന്നത് ബെഡ്റൂംസ് ആണ്. ഇതാണ് മെയിൻ ബെഡ്റൂം. ഇവിടെയാണ് ഈ വ്യൂ വെസ്റ്റിലേക്കുള്ള, സൗത്ത് വെസ്റ്റില് ആ വ്യൂ കിട്ടുന്ന രീതിയിലാണ് ആ ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ 3 ബെഡ്റൂം ഉണ്ട്. അപ്പൊ ആ ബെഡ്റൂമിനാണെങ്കിലും നമ്മൾ ഇങ്ങോട്ടേക്ക് ഒരു വ്യൂവിന് വേണ്ടിയിട്ട് ഫുൾ ഓപ്പൺ ഗ്ലാസ് ഡോർ ആണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മേലെ ഒരു ബെഡ്റൂമും കൂടെ വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇതിന്റെ ഉള്ളില് മോളിൽ നിന്നൊരു ചൂട് കുറവുണ്ടായിരുന്നു. കുറച്ച് ഏരിയ നമ്മൾ ഫ്ലാറ്റ് ആയി കീപ്പ് ചെയ്തു, ഈ വാട്ടർ ടാങ്കും എല്ലാം വെക്കാനായിട്ട്. ബാക്കിയാണ് സ്ലോപ്പിൽ ചെയ്തിരിക്കുന്നത്. റൂമിന്റെ ഉള്ളിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് പ്ലാസ്റ്ററിങ്. പ്ലാസ്റ്ററിങ്ങിനെ
ഫിനിഷിൽ ചെയ്തു അവര്. ഫിനിഷിൽ ചെയ്തിട്ട് അതിനെ ഒന്ന് ബഫ് ചെയ്തു, പോളിഷ് ചെയ്തു. അപ്പൊ പോളിഷ് ചെയ്യുമ്പോൾ നമ്മൾ ആ പോളിഷിങ് ലിക്വിഡ് വെച്ചിട്ട് പോളിഷ് ചെയ്തപ്പോ ആ ഗ്ലേസിങ് വന്നു. അതെ, അല്ലാതെ വേറെ ഇന്റീരിയറിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സ്ട്രക്ചറിനെ അങ്ങനെ എക്സ്പോസ് ചെയ്തിരിക്കുക, വേറെ ഒരു ഇന്റീരിയർ ഫിനിഷിനായിട്ട് എക്സ്ട്രാ അപ്പൊ അതിനകത്തേക്ക് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം പോയപ്പോ ഫിനിഷിൽ ചെയ്തു പോയി, പോളിഷ് ചെയ്തു, അതൊരു ഫീച്ചറായി മാറി, ഹെഡ് ബോർഡ് ഫീച്ചറായിട്ട് നിൽക്കുകയാണ്. സാധാരണ ഈ ഒരു സമയത്ത് ഇരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ്, സമയം ഏകദേശം ഒരു 1:30-2 മണി ആവുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ഈ ബ്രിക്സും ഇങ്ങനെ ഈ സെറാമിക് ഓടും എല്ലാം കൂടെ വന്നതുകൊണ്ടായിരിക്കാം ഏകദേശം ഒരു നല്ലൊരു ഒന്ന് ക്രോസ് വെന്റ് ഒരു ഫാക്ടറാണ്. പിന്നെ ഡബിൾ ഹൈറ്റ് സ്പേസസ് ഉണ്ടല്ലോ. ഇപ്പൊ ഈ ഡൈനിങ് ലിവിങ് ഏരിയ രണ്ടിനും രണ്ട് സൈഡിലും കണക്ട് ചെയ്തിട്ട് ഡബിൾ ഹൈറ്റ് സ്പേസ് ഉണ്ട്. അപ്പൊ തന്നെ ഹോട്ട് എയർ മുകളിലേക്ക് പോകും, ആ ഒരു കൂൾ എഫക്റ്റ്. നമ്മൾ ജനല തുറന്നിട്ടാലാണ് ശരിക്കും അതിന്റെ ക്രോസ് വെന്റിലേഷൻ ഫീൽ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഒരു ഉഷ്ണം ചെറുതായിട്ട് ഉണ്ടാകും. മോളില് ഇനി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റഡി സ്പേസ് ഉണ്ട്. ഈ സ്റ്റെപ്പ് കയറി നേരെ ചെല്ലുന്നത് ഒരു കുട്ടികൾക്കോ അല്ലെങ്കിൽ ഇവർക്കോ ഇരുന്ന് എന്തെങ്കിലും വർക്ക് ചെയ്യാനോ ഉള്ള ഒരു സ്പേസ് ആണ്. അപ്പൊ അതിനും വിഷ്വൽ കണക്ടിവിറ്റി ആ സൈഡിലേക്ക് നമുക്കിപ്പോ വ്യൂ ഉള്ളത് കൊണ്ട് അവിടേക്കാണ് അതിനും ഒരു വിൻഡോ ഉള്ളത്. പിന്നെ അതിന്റെ സൈഡിലൊരു ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ഒരു ഫാമിലി ലിവിങ് സ്പേസ് ഉണ്ട്. അവർക്ക് ഇപ്പം താഴെ ഇപ്പം ഗസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ മുകളിൽ ഇരിക്കാന്നുള്ളത് സാധാരണ എല്ലാ വീടുകൾക്കും ഉള്ള പോലെ മുകളിലൊരു ഫാമിലി ലിവിങ് സ്പേസ് ഉണ്ട്. ദെൻ ഒരു ബെഡ്റൂം, ദെൻ ബാൽക്കണി, ടെറസ്, അത്രയാണ്. അപ്പോൾ 2 ബെഡ്റൂം താഴെ, മുകളിൽ ഒരു ബെഡ്റൂം. സ്ട്രക്ചറലില് അത് സിമെന്റ് പ്ലാസ്റ്റർ ചെയ്തേക്കാണ്. എന്നിട്ട് അതിനെ ബഫ് ചെയ്തു, പോളിഷ് ചെയ്തു, അതങ്ങനെ തന്നെ എക്സ്പോസ് ചെയ്ത് കീപ്പ് ചെയ്തേക്കാം. അപ്പം ഈ വീട്ടിൽ നോക്കുകയാണെങ്കിൽ ഈ വോളും ഈ സ്റ്റെയറും ശരിക്കും ഒരു ഇന്റീരിയർ ഫോക്കൽ എലമെന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഈ സ്റ്റെപ്പ് ചെയ്തേക്കുന്നത് ഒരു യെല്ലോ ഓക്സൈഡ്, ഇത് പ്ലെയിൻ സിമെന്റ് തന്നെ ചെയ്തേക്കുന്നത്. ഇതിനകത്ത് നമ്മൾ പ്ലാസ്റ്റർ ചെയ്തപ്പോ യെല്ലോ ഓക്സൈഡ് മിക്സ് ചെയ്തു, അപ്പൊ അത് യെല്ലോ കളറിൽ കിട്ടി. ഇപ്പൊ പക്ഷെ ഒരുപാട് ആർക്കിടെക്ട്സിന്റെ വർക്ക്സിൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. ഏകദേശം 2400 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. ടോട്ടൽ കോസ്റ്റ് ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള ടോട്ടൽ കോസ്റ്റ് എല്ലാം കൂടെ എന്ന് പറയുമ്പോൾ ഒരു 75 lakhs വരുന്നുണ്ടല്ലേ. കാരണം ഇത് കൺസ്ട്രക്ഷനിൽ നമ്മൾ കുറെയൊക്കെ എലമെന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ചെയ്യുന്നതിനൊരു കോസ്റ്റ് ഉണ്ട്. പിന്നെ ഇന്റീരിയറിൽ യൂസ് ചെയ്തിരിക്കുന്ന ഇപ്പൊ ഫർണിച്ചേഴ്സ് ഒക്കെ ഈ റീക്ലെയിംഡ് ഫർണിച്ചേഴ്സ് ആണ് കുറെയൊക്കെ ഉള്ളത്, ടീപ്പോയും എല്ലാം. അപ്പോൾ അത് ശരിക്കും സസ്റ്റൈനബിലിറ്റി ഫാക്ടറിൽ നോക്കുമ്പോൾ വലിയൊരു കാര്യമാണ്. കാരണം നമ്മളൊരു മെറ്റീരിയൽ റീയൂസ് ചെയ്യാണ് വേറെ രീതിയിൽ, അതിനൊരു ക്രിയേറ്റിവിറ്റി കൊണ്ടുവന്നുകൊണ്ട് ഒരു ഡോർ ഫ്രെയിം ആണ് കോഫി ടേബിൾ ആയിട്ട്. അപ്പൊ അതിന് ഡോർ ഫ്രെയിമിന് വേറെ ബാലൻസ് എന്ന മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ട് ഒരു ടീപ്പോയി ആക്കി അങ്ങനെ യൂസ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ അത് റീക്ലെയിംഡ് മെറ്റീരിയൽ ആണെങ്കിലും നമ്മളത് സോഴ്സ് ചെയ്തിരിക്കുന്നതാണ്. അതായത് എക്സിസ്റ്റിംഗ് ആയിട്ടൊരു ഈ വീട്ടിലുണ്ടായിരുന്നതോ അല്ലെങ്കിൽ ഇവരുടെ ഇതിലുണ്ടായിരുന്നതല്ല. അതുകൊണ്ട് തന്നെ സസ്റ്റൈനബിലിറ്റി ഫാക്ടറിൽ അതൊരു വലിയ കാര്യമാണെങ്കിലും കോസ്റ്റ്ലി ആണ് സാധനം. ഞാനിപ്പോൾ ഇവിടെയുള്ള കുറേ ഇൻറ്റീരിയർ ക്യൂരിയോസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ചെറിയ ഫർണിച്ചേഴ്സൊക്കെ ഫൗണ്ട് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തു നിന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ അവരിങ്ങനെ ഒരുപാട് റീക്ലെയിംഡ് വുഡ് വെച്ചിട്ട് അതിനെ കുറേ സാധനങ്ങളാക്കി മാറ്റുന്നുണ്ട്. ഒരു ടീപ്പോയി ആയിട്ട് യൂസ് ചെയ്തു, അല്ലെങ്കിൽ സീറ്റിംഗ് ആക്കി ചിലതൊക്കെ. അങ്ങനെ പുരയിടത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു എപ്പിസോഡുമായിട്ട് മറ്റൊരു ദിനം നമുക്ക് കാണാം. ഓക്കെ, ബൈ.